ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായ അഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ ഒന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇനി പറയാൻ പോകുന്ന മറ്റൊരു പവർഫുള്ളായ അഫർമേഷനാണ്. അഫർമേഷൻസ് അഥവാ ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢവാചകം എന്ന് പറയും. നമ്മൾ നിരന്തരമായി ഫീൽ ചെയ്തുകൊണ്ട് പറയുന്ന വാചകങ്ങളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ തന്നെ നെഗറ്റീവാണ്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ പോസിറ്റീവായുള്ള വാക്കുകളും കാര്യങ്ങളിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിലൂടെ നമ്മളെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായ അഫർമേഷൻ എന്ന് പറയുന്നത് ഇൻ എവറി ഡേ എവറി സെക്കൻഡ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ്. അതായത് ഇൻ എവറി ഡേ എവറി സെക്കൻഡ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ള ഒരു പവർഫുള്ളായ അഫർമേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇൻ എവറി ഡേ എവറി സെക്കൻഡ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ് ആദ്യത്തെ സ്വിച്ച് വേർഡ്, ആദ്യത്തെ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ അഫർമേഷൻ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള അഫർമേഷനാണ് ഇൻ എവറി ഡേ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ് രണ്ടാമത്തെ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ദിവസവും നിരവധി വഴികളിലൂടെ ഞാൻ ഉയർന്നു വരികയാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉയരുകയാണ് എന്നുള്ള രീതിയിലുള്ള അഫർമേഷനാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. രണ്ടും സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എത്ര തവണ യൂസ് ചെയ്യുന്നുള്ളതാണ്, ഇതിന് കൗണ്ടില്ല. മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 21 ടൈംസോ അല്ലെങ്കിൽ 108ഓ അല്ലെങ്കിൽ 77 ടൈംസോ എത്ര വേണമെങ്കിലും നിങ്ങൾ പറയാം. പറയുന്നതനുസരിച്ച് കൃത്യമായ രീതിയിൽ ഫീലിങ്ങോടെ വേണം പറയാൻ. ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളിപ്പം ജോലിയിൽ വരച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിലെല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും ചേഞ്ച് കൊണ്ടുവരുന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായ രീതിയിൽ ഈ അഫർമേഷൻസ് കൊണ്ട് കാര്യം ഉണ്ടാകുകയുള്ളൂ. അതാണ് ഞാനെപ്പോഴും പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഫർമേഷനും സ്വിച്ച് വേർഡ്സും ഉപയോഗിച്ചാൽ മാത്രം പോരാ, നമ്മളതായിട്ട് രീതിയിൽ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്തു. ഈ വീഡിയോയിൽ തന്നെ എന്താണ്, അതിൽ എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. പണ്ടത്തെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അന്നേരം അതെല്ലാം തന്നെ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ ഈ അഫർമേഷൻസ് പറയുകയും അത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. എപ്പോഴും നമ്മൾ ഇൻറ്റേർണൽ വർക്ക് അല്ലെങ്കിൽ ആന്തരികമായ പ്രവർത്തനം ചെയ്യുന്ന നേരം ബാഹ്യമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് പോലെ തന്നെയാണ് ഈ അഫർമേഷൻസ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണമായ ഫീലിങ്ങോടെ കൂടെ അല്ലെങ്കിൽ പൂർണ്ണമായ ഫീലിങ്ങോട് കൂടിയും നിങ്ങൾ ഈ രണ്ട് അഫർമേഷനും എവറി ഡേ എവറി സെക്കൻഡ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതും അടുത്ത അഫർമേഷൻ ഇൻ എവറി ഡേ എവറി വേ ഐ ആം ഗെറ്റിംഗ് ആൻഡ് ബെറ്റർ എന്നുള്ള അഫർമേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.